മധുരയിലേക്ക് ഞങ്ങൾ സാരി വാങ്ങിക്കാൻ പോയ കഥ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? അതിൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ. എന്തൊക്കെ ചെയ്തു, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയണത്. സേലത്ത് നിന്ന് ഞങ്ങൾ നേരെ മധുരയിലേക്കാണ് കേട്ടോ എത്തിയിട്ടുണ്ടായത്. ആദ്യമായിട്ട് കേൾക്കണ പേരാണ് ജിഗർദണ്ഡ എന്നുള്ളത്. സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലാണ്ട് കേട്ടോ നമ്മൾ നാട്ടിലൊന്നും കേൾക്കാറില്ലല്ലോ. പാല്, ബദാം പിസ്സയും അതുപോലെ തന്നെ ഐസ്ക്രീമൊക്കെ ചേർത്ത് ഒരു പ്രത്യേകതരം സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു സ്മൂത്തി പോലെ നമ്മൾ കുടിക്കുന്ന ഒരു ഷേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രാത്രിയായപ്പോൾ ഞങ്ങൾ കുറച്ച് വളകളും മാലകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മധുര മീനാക്ഷി അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് കൂടെ അങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. ഈ തമിഴ്നാട്ടിലെ സാരികളുടെ കാര്യത്തിൽ സേലം വളരെ പ്രധാനപ്പെട്ടൊരു കേന്ദ്രം തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ സാരി, സിൽക്ക് സാരി, ദിനം പ്രതി നമ്മൾ ഉപയോഗിക്കുന്ന സാധാ സാരികളൊക്കെ അല്ലേ, ഫാൻസി സാരിയും ഏതും ആയിക്കോട്ടെ, നല്ല റേറ്റ് കുറഞ്ഞ് ഭയങ്കര ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള നഗരങ്ങളിൽ ഒന്നാണ് മധുര. ഏകദേശം എനിക്ക് തോന്നുന്നു 2000-ലധികം വർഷങ്ങളുടെ ഒരു ചരിത്രം ഉണ്ട് കേട്ടോ ഈ ഒരു ടെമ്പിൾ സിറ്റി എന്ന് പറയുന്ന ഈ ഒരു മധുരൈ മീനാക്ഷി അമ്മയ്ക്ക്. മീനാക്ഷി ദേവിയുടെയും സുന്ദരേശ്വരൻ്റെയും ക്ഷേത്രമായിട്ടുള്ള ഇതൊരു തമിഴ് ശില്പകലയുടെ അത്ഭുതമാണ് കേട്ടോ. ക്ഷേത്രത്തിനുള്ളിൽ തന്നെ 1000 തൂണുകളുടെ മണ്ഡപവും പൊൻതാമരക്കുളും മനോഹരമായിട്ടുള്ള കുറേ ശില്പങ്ങളും ഒക്കെ കാണാൻ വേണ്ടി പറ്റും നമുക്ക് കേട്ടോ. രാത്രി സമയങ്ങളിൽ ഈ മീനാക്ഷി അമ്മയുടെ ചുറ്റും ഒരു സ്ട്രീറ്റ് തന്നെ നടക്കുന്നത് നല്ല രസമായിട്ട് നമുക്ക് വളകൾ, മാലകൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും നല്ല റേറ്റ് കുറഞ്ഞും നല്ല ക്വാളിറ്റിയിൽ നമ്മൾ തിരഞ്ഞു കണ്ടുപിടിക്കണേ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. 100 രൂപ, 50 രൂപ അങ്ങനെയൊക്കെ. പക്ഷെ അധികം ബ്രഷൊന്നുമില്ല കേട്ടോ, നമ്മളെ നാട്ടിലെ പോലെയോ അല്ലെങ്കിൽ നമ്മൾ ഈ UP അങ്ങനെ നമ്മൾ ഡൽഹിയിലൊക്കെ പോകുന്നത് പോലെ ഒരു തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റ് തന്നെയായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഞാൻ എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതാ അവിടെയാണ് കേട്ടോ മധുര മീനാക്ഷി ക്ഷേത്രം എന്ന്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു സ്ട്രീറ്റ് വരുന്നത്. 100 രൂപയ്ക്ക് നല്ല സ്റ്റോൺ വർക്കൊക്കെ ഉള്ള വലിയ വലിയ കമ്മലുകളും അതുപോലെ തന്നെ വളകളും ഒക്കെ ഉണ്ടായിരുന്നേ. പക്ഷെ ഇതൊന്നും വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം വാങ്ങിക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ പാളപ്ലേറ്റ് ഇല്ലേ, നമ്മൾ ഊണൊക്കെ കഴിക്കണ പാളപ്ലേറ്റ് ഇല്ലേ, ആ പാളപ്ലേറ്റ് ഞാൻ എന്ത് ചെയ്തു, അത് കുറച്ച് വാങ്ങിക്കാം വീട്ടിൽ. ഇനി നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്തുള്ള വീഡിയോ എടുക്കുമ്പോഴൊക്കെ പാളപ്ലേറ്റിലൊക്കെ കഴിക്കണത് കാണിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അത് വാങ്ങിച്ചിട്ട് പിറ്റേ ദിവസം വാങ്ങിക്കാമെന്ന് ഓർത്തപ്പോൾ പിന്നെ പിറ്റേ ദിവസം രാത്രി ഒന്നും അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ലേ. രാവിലെ നമ്മൾ മധുര മീനാക്ഷി അമ്മേനെ കണ്ട് തൊഴുതതിന് ശേഷം വേഗം തന്നെ തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വരുന്ന വഴി നമ്മൾ സുങ്കുടി കോട്ടൺ സാരികളും ബാക്കിയുള്ള കോട്ടൺ സാരി അന്വേഷിച്ചാണ് ഞാൻ എപ്പോഴും മധുര, സേലം ഒക്കെ യാത്രകളിലൊക്കെ പോവാറുള്ളതും. പിന്നെ അതുപോലെ തന്നെ മധുരയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൂര്യൻ അസ്തമിച്ചാലും മധുര ഉറങ്ങില്ല എന്നുള്ളൊരു ക്യാപ്ഷൻ ഉണ്ട് കേട്ടോ.